ഏതാർച്ചി എവിടെ തളന്താ. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സൈകസിക്കുന്ന ഒരു കുഞ്ഞു വീഡിയോയിൽ സ്വാഗതം. അപ്പം ഞങ്ങളിങ്ങനെ ഒരു വഴിയെ പോയി കഴിക്കുന്നത് ഒരു അടിപൊളി പാറ കണ്ടു. ആ കാണുന്നത് വണ്ടി ഹോൾ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ വന്ന വഴിക്ക് കണ്ട പാറ, നമ്മളിത് എന്താണെന്ന് തിരക്കിയപ്പോഴത്തേക്കാണ് പറയുന്നത് ഇതാണ് തമ്പുരാട്ടിപ്പാറ. അപ്പോൾ ഇതിനൊരു അമ്പലമുണ്ടെന്ന് പറയുന്നു. അപ്പം നമ്മൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ അതിലങ്ങാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ആ അമ്പലം ഒന്ന് കാണാൻ പോവാം കൂട്ടുകാരെ. അപ്പം നമ്മളിത് അമ്പലത്തിൻ്റെ മുൻവശത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് ഇത് നോക്കി, ഇതാണ് അമ്പലം. ആയിരവല്ലിപ്പാറ, തമ്പുരാട്ടിപ്പാറ, തമ്പുരാട്ടിപ്പാറ. ആയിരവല്ലിപ്പാറ അല്ലത്, തമ്പുരാട്ടിപ്പാറ. എന്നെ അവിടെ പറഞ്ഞ് പേടിപ്പിക്കുന്നത്. അത് പോ അമ്മയുടെ അടുത്ത് ചോദിച്ചാൽ മതി. പതുക്കെ ഇറങ്ങിപ്പോ. നമ്മൾ തോന്ന ദിവസമായിട്ട് വന്നിട്ട്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എന്താ പറയുക, തമ്പുരാട്ടിപ്പാറ. ഇത് കിളിമാനൂരിൽ നിന്നും പോലീസ് സ്റ്റേഷൻ റോഡിൽ നിന്നും നമ്മുടെ കല്ലറ റോഡിലോട്ട് പോകുന്ന, കല്ലറ ജംഗ്ഷനിലോട്ട് പോകുന്നൊരു റോഡുണ്ട് കേട്ടോ. കിളിമാനൂർ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് നിന്നും തിരിഞ്ഞു പോകുന്ന റോഡ്. ആ റോഡ് കുറേ ഇങ്ങ് വരുമ്പോഴത്തേക്കാണ് കേട്ടോ ഈ അമ്പലം. അത് കിളിമാനൂരിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഇടത് സൈഡിലായിട്ടാണ്, താഴ്ഭാഗം നമ്മുടെ കുഴിഭാഗത്തായിട്ടാണ് ഈ അമ്പലം കാണുന്നത്. നമ്മുടെ ഏതാണ് തമ്പുരാട്ടിപ്പാറ, ആർച്ചുണ്ട്. അതെ അതെ, തമ്പുരാട്ടിപ്പാറ ശ്രീ പാർവതി ക്ഷേത്രം ട്രസ്റ്റ് അല്ലേ? അതെ അതെ. നമ്മൾ അല്ലാതെ വരുമ്പോൾ തന്നെ ആ പാറ കാണാം. പാറയാണ് വേറെ ലെവൽ. അവിടുത്തെ പാറ എന്ന് പറയുമ്പോഴത്തേക്ക് ആ പാറ കണ്ടാണ് എല്ലാവരും കയറുന്നത് കേട്ടോ. നമ്മൾ വന്ന സമയത്ത് ഇവിടെ ഒരു അമ്മയും ഒരു അച്ഛനും ഇരിപ്പുണ്ടായിരുന്നു അല്ലേ. നമ്മൾ അവരുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അവരിങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. തമ്പുരാട്ടിപ്പാറയിലാണ് തമ്പുരാട്ടി, നമ്മുടെ ഈ അമ്പലം തമ്പുരാട്ടിയും അവിടെ ഇരിക്കുന്ന മേലിൽ തമ്പുരാട്ടിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഏറ്റവും ടോപ്പിലായിട്ടിരിക്കുന്നത് ശിവനുമാണ്. നമ്മുടെ അമ്പലത്തില് പാർവതി ദേവിയുടെ പ്രതിഷ്ഠയുമാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ഇത് കാവുണ്ട് കേട്ടോ. ഈ കാവ്, നമ്മളൊരു കാവിൻ്റെ ഒരു ഒരു ഇതുണ്ടായിരുന്നു അല്ലേ, ഒരു കാണിക്കാൻ വെച്ചുണ്ടായിരുന്നു. അത് നമുക്ക് എടുക്കാൻ കഴിഞ്ഞില്ല, നമ്മളത് വിട്ടുപോയി. എന്തായാലും ആ കാവ്, അതായത് അതുപോലെ തന്നെ ഒരു മനോഹരമായ കാവ് ഈ ക്ഷേത്രത്തിൻ്റെ നേരെ ബേക്ക് ഭാഗത്തായിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ ക്ഷേത്രം, നമ്മുടെ പാർവതി ക്ഷേത്രത്തിൻ്റെ ബേക്ക് ഭാഗത്ത് കൂടെ തന്നെ നേരെ പാർവതി ക്ഷേത്രത്തിൻ്റെ നേരെ ബേക്കിലോട്ട് പോകുമ്പോഴത്തേക്കും തന്നെ ഒരു സ്റ്റെപ്പ് നല്ല അടിപൊളിയായിട്ട് കെട്ടിയിട്ടിട്ടുണ്ട് അല്ലേ. അങ്ങനെ നമ്മുടെ ഈ സ്റ്റെപ്പ് താഴെ ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഒരു ചെറിയൊരു പ്രതിഷ്ഠ ഉണ്ട് കേട്ടോ. ഒരു അമ്പലത്തിൻ്റെ ചെറിയൊരു പ്രതിഷ്ഠ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു ആൽമരമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അത് അല്ലാതെ ഇത് നമ്മുടെ ഈ സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ ചെന്നതിന് ശേഷം അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് നല്ല എരപ്പ് കേൾക്കുന്നുണ്ട് അല്ലേ ആവശ്യം. അടിപൊളി എരപ്പ്. അതാണ് ആ പാറയുടെ ആ വ്യൂ എന്ന് പറഞ്ഞാൽ അത് വേറൊരു ലെവല് തന്നെയാണ്. നമ്മൾ നേരെ നമ്മൾ നമ്മുടെ ഈ എരപ്പ് കേട്ടിട്ടാണ് നമ്മൾ ഓടിപ്പോകുന്നത്. ഇവിടെ ദീപം തെളിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാർ അവിടെ മതി അങ്ങനെ ഒന്നും എഴുതി വെച്ചിട്ടുണ്ട്. അതിലേതായിങ്ങനെ പോകുന്നത്. നമ്മൾ ഈ കാണിക്കുന്ന വഴി തമ്പുരാട്ടിപ്പാറയിലൊക്കെ ഉള്ള വഴിയാണ്. പക്ഷെ ഇപ്പോൾ പോകാൻ പറ്റത്തില്ല കേട്ടോ. ഈ വഴി നമുക്ക് പോകാൻ പറ്റത്തില്ല, പോകാൻ കഴിയത്തില്ല. നടന്ന് ഇവിടെ വരും. ഇത് തമ്പുരാട്ടിപ്പാറ വാട്ടർഫാൾസ് എന്നാണ് പോകുന്നത്. അതെ, തമ്പുരാട്ടിപ്പാറ വെള്ളച്ചാട്ടം എന്നാണ് ഇത് ഗൂഗിളിലൊക്കെ കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു വെള്ളച്ചാട്ടം ഒഴിച്ചു കേട്ടോ. അതോ അതിൻ്റെ എളുപ്പമായിരുന്നു. നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഈ വെള്ളച്ചാട്ടം കഴിഞ്ഞ് അപ്പുറത്ത് കയറണം. അക്കരെ സൈഡ് കയറി നടന്നുള്ള സൗകര്യമുണ്ട്. പക്ഷേ ഇപ്പോഴേ വെള്ളം കൂടുതലായതുകൊണ്ട് നടന്ന് കയറാനൊക്കെ പാടാണ്. ഇതിലേ കയറി പോകാണെങ്കിൽ ദൂരവും കുറവാണ്. അതെ, നമ്മൾ ഈ അമ്പലം എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഇടവശത്ത് ഒരു ആർച്ചുണ്ട്. ആ ആർച്ച് വഴി തമ്പുരാട്ടിപ്പാറയിൽ ഒരു ആർച്ചുണ്ട്. ആർച്ച് വഴി കയറിപ്പോൾ അത് കുറേ ദൂരം വണ്ടി പോയതിന് ശേഷം ഇത്തിരി കൂടുതലാണ്, ദൂരവും കൂടുതൽ. ഇതിലാണെങ്കിൽ ദൂരം ഇത്തിരി കുറവുണ്ട്. ഇത് എപ്പോഴും പോകാൻ കഴിയത്തില്ല. അത് ഒത്തിരി നമ്മുടെ
വെള്ളമൊക്കെ കുറഞ്ഞ് നിൽക്കുന്ന സമയത്താണെങ്കിൽ നമുക്കിത് ക്രോസ് ചെയ്ത് അല്ലെങ്കിൽ അത് നീന്തലൊക്കെ അറിയാവുന്ന ആൾക്കാർക്കാണെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മളെ കണക്കുള്ള ഈ വഴിയൊന്നും നമ്മൾ പറയത്തില്ല കേട്ടോ. ഇപ്പം നമ്മൾ സജസ്റ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ സജസ്റ്റ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ കെയർഫുള്ളായിട്ട് കയറി പോകേണ്ടത്. നമ്മൾ ഫാമിലി ആയിട്ട് പോകുന്നതായതുകൊണ്ട്. അപ്പോൾ കൂട്ടുകാരെ, ചേട്ടൻ എന്താ നമ്മുടെ തമ്പരാട്ടി പാറ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റാത്ത ചെറിയൊരു വിഷമമുണ്ട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇനി ഒരു ദിവസം വെയിലൊക്കെ ആവുന്ന ഒരു ദിവസം വന്നിട്ട് പോകാമെന്നും പറഞ്ഞ് നമ്മുടെ വെള്ളച്ചാട്ടം കണ്ടാസ്വദിക്കുകയാണ് ഇവിടെ ഇരുന്ന്. എങ്ങനെയുണ്ട് കേട്ടോ വെള്ളച്ചാട്ടം? സൂപ്പർ. കൂട്ടുകാരെ, ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാർവതി ക്ഷേത്രത്തിന് നമ്മൾ കറക്റ്റ് ഇതിൽ തന്നെ പോകണം അല്ലേ വാശി? ഇത് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാർവതിയെ കണ്ടതിന് ശേഷം, നമ്മുടെ പാർവതി ദേവിയെ കണ്ടതിന് ശേഷം നേരെ ഇറങ്ങി കാല് കഴുകി നേരെ നമ്മൾ കാല് നനഞ്ഞാലല്ലോ അപ്പുറത്ത് പോകുന്നത്. നേരെ അപ്പുറത്ത് പോയി നമ്മുടെ ഭഗവാന്റെ മുമ്പ് എത്താൻ പറ്റും അല്ലേ? നമ്മൾ പോകുന്ന വഴിക്ക് ചെരുപ്പ് ഊരിയിട്ട് ഇടാൻ വേണ്ടി ഒരിടത്ത് ചെല്ലുമ്പോഴത്തേക്ക് സ്റ്റെപ്പ് തുടങ്ങുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ചെരുപ്പൊക്കെ ഊരിയിട്ട് വളരെ ഭക്തിയോടുകൂടെയാണ് പോകേണ്ടത്. മുകളിൽ പോകുമ്പോഴത്തേക്ക് ഒരുപാട് നമ്മുടെ സാധാ രീതിയിൽ അലച്ച് ബഹളം ഉണ്ടാക്കിയൊന്നും പോകാൻ പാടില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ എല്ലാ മലയാള മാസവും 1-ാം തീയതി അവിടെ വിശേഷാൽ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് അങ്ങനെയൊക്കെ ഉള്ള വിശേഷ ദിവസങ്ങളിൽ പോകാൻ കഴിയുന്നത് വളരെ ഭാഗ്യമായിരിക്കും. പിന്നെ പൊങ്കാല ഇടുന്നുണ്ടായിരിക്കും, എല്ലാം ഒരുപാട് പേര് പൊങ്കാല ഇടുന്നുണ്ട് അവിടെ. ഞങ്ങൾ സംസാരിച്ച അമ്മ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ്, ഈ ശിവഭഗവാനെ കാണാൻ പോകുന്നവർ മാലയൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ അത് ശിവന് കഴുത്തിലൊന്നും ഇട്ട് കൊടുക്കരുത്, അവിടെ ഒരു കമ്പ് വെച്ചിട്ടുണ്ട്, അതിലേ ഇടാവും. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഇവിടെ അങ്ങ് അവസാനിപ്പിക്കുന്ന വീഡിയോ ഉണ്ട്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൂടെ പ്രസ് ചെയ്യണമെങ്കിൽ പുതിയ വീഡിയോ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.